അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അതിശയത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണ ശകലങ്ങളാണ് സുന്നി പണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ സുന്നി പണ്ഡിതനെന്ന് വിശേഷിപ്പിക്കുന്ന, മറ്റുള്ള എല്ലാവരെയും കുറ്റം പറയുന്ന റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രസംഗം. പലപ്പോഴും നമ്മളിത് അതിശയപ്പെടുത്തുന്നതിന്, ഇയാളുടെ പ്രസംഗം അതിശയപ്പെടുത്താൻ കാരണം പുതിയ പുതിയ അഭിപ്രായങ്ങൾ, ഇസ്ലാമിലില്ലാത്ത അഭിപ്രായങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ, ഞാനിത് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഈ ഫിത്ന ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ ചില ഭീഷണി സ്വരത്തിൽ കേൾക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ ഭീഷണി തന്നെയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആരുടെ അടുത്തുനിന്നോ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ്. പലപ്പോഴും ജൂതന്മാരെയും ഇസ്രായേലിലുള്ള ആളുകളെയും ഒക്കെ, അവിടെ ഫലസ്തീൻ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. ഈ അടുത്ത ദിവസം അദ്ദേഹം ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായൊരു സംഭവം, ബദർ യുദ്ധത്തിനെ പറ്റിയിട്ട് ചില പരാമർശങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ നടത്തുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം പറയുകയുണ്ടായി, ഇത് എൻ്റെ ചിന്തയാണ്, ഞാനത് പറയാൻ തുടങ്ങുകയാണ്, ഞാൻ ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം ആ ഒരു ഈ പ്രസംഗത്തിൻ്റെ ശകലം നമുക്കൊന്ന് കേട്ടു നോക്കാം. തെറ്റാണ് വ്യാഖ്യാനം. തൗഹീദും ശിർക്കും ഏറ്റുമുട്ടൂല. എന്തുകൊണ്ട്? പിന്നെ എങ്ങനെ ഏറ്റുമുട്ടുന്നു? ലാ ഇക്റാഹ ഫിദ്ദീൻ. പിന്നെ എങ്ങനെ ഏറ്റുമുട്ടും? മുസ്ലിംമാർക്ക് വന്നിട്ടുള്ള ദുരന്തം അവര് വഹാബികളെ പകർത്തി. ഞാൻ തുടങ്ങാണ്, തീർന്നില്ല, ഇതൊരു തുടക്ക. ബദർ യുദ്ധത്തെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിം പണ്ഡിതന്മാർക്ക് വലിയ പിഴ പറ്റിയിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇയാൾ പറഞ്ഞതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത്? ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ തൗഹീദും ഷിർക്കും തമ്മിലുള്ള പോരാട്ടമല്ല. തൗഹീദും ഷിർക്കും തമ്മിൽ ലോകത്തിൽ പോരാട്ടം ഉണ്ടായിട്ടേ ഇല്ല. തൗഹീദും ഷിർക്കും തമ്മിൽ പോരാട്ടം ഉണ്ടാകാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തൊക്കെ വെച്ചുകൊണ്ട് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഈ മുമ്പിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു? അല്പമൊക്കെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി ഉസ്താദെ, ആരാണിത് പഠിപ്പിച്ചതെന്ന് ചോദിക്കും. എന്താണ് ഇവിടെ പറഞ്ഞത്, എന്തായിരുന്നു ബദർ യുദ്ധം എന്ന ആ ചരിത്രത്തിൻ്റെ ബാലപാഠം പോലും ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലേക്കും സഹാബത്ത് ഹിജ്റ പോയിട്ടുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പനയായിരുന്നത് ഒരൊറ്റ ഉദ്ദേശം മാത്രം, തൗഹീദ് അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ നാട് വിട്ട് പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇവിടെ എൻ്റെ ജനത തന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ തൗഹീദ് അനുസരിച്ച് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമായിരുന്നു. അങ്ങനെ മദീനയിലേക്ക് പോയത് അതിനു വേണ്ടിയാണ്. പക്ഷേ അവിടെയും തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തിയ സന്ദർഭത്തിൽ മുശ്രിക്കുകൾ, അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘത്തിനെ അയച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധനം സമാഹരിച്ച് മുസ്ലിമീങ്ങളെ അടിക്കാൻ വേണ്ടി തയ്യാറാകുന്നതറിഞ്ഞ് അള്ളാഹിൻ്റെ വഹി അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രതിരോധിക്കാൻ പോയതാണ് ബദർ യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ, മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. ഇവിടെ പോരാട്ടം ആര് തമ്മിലാണ്? തൗഹീദും ഷിർക്കും തമ്മിൽ. യഥാർത്ഥത്തിൽ എന്താണ്? തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് വരികയും വളരെ കുറഞ്ഞ ആളുകൾ അതിൻ്റെ 3 ഇരട്ടി വരുന്ന സൈന്യത്തിനോട്, അതായത് മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യുകയാണ്. ഇവിടെ തൗഹീദും ഷിർക്കും തമ്മിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ആലോചിക്കണം. ഈ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്തി. ഒന്നും വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഇൻ തുഹ്ലിക് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലാ യുഅബദു അബദ ലാ യുഅബദു ഫിൽ അർള്. അള്ളാഹു ഈ ചെറിയ സംഘത്തെ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയില്ല, നീ ആരാധിക്കപ്പെടുകയില്ല. ലാത്തയാണ് ആരാധിക്കപ്പെടുക, ഉസ്സയാണ് ആരാധിക്കപ്പെടുക, ഹുബലാണ് ആരാധിക്കപ്പെടുക, മനാത്തയാണ് ആരാധിക്കപ്പെടുക. ആ അർത്ഥത്തിൽ വിശ്വാസം പറയുകയാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കണം. അതിനുവേണ്ടിയാണ് യുദ്ധം. മുശ്രിക്കുകളോടാണ് യുദ്ധം നടന്നത്. ഇത് തൗഹീദും ഷിർക്കും തമ്മിലല്ലെങ്കിൽ സഹോദരന്മാരെ, ഇത് ഏതെങ്കിലും ഗോത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണോ? ഏതെങ്കിലും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണോ? ഏത് കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ?
അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ രീതിയിൽ ചരിത്രത്തിൽ ഏറ്റവും തെളിമയോടുകൂടി കിടക്കുന്ന ഭാഗങ്ങൾ പോലും ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടാകും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നാട്ടിലൊരു യുദ്ധം നടന്നു വിചാരിക്കുക. ഈ റഹ്മത്തുള്ള കാസിമിയും ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന ആളുകളും ഒരു ഭാഗത്തും അപ്പുറത്ത് മുശ്രിക്കുകളുമാണെങ്കിൽ എന്ത് തമ്മിലാണ് യുദ്ധം നടക്കുക? ഷിർക്കും തമ്മിലാണ് യുദ്ധം. രണ്ട് ഭാഗത്തും മുശ്രിക്കുകളായിരിക്കും. ആ അർത്ഥത്തിൽ തൗഹീദും ഷിർക്കും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല എന്നവർക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്ന ഈ ഷിർക്ക് അതിനെ ന്യായീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വഹാബിസമാണ് ഇത് കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന വഹാബി. ഇത് വ്യാഖ്യാനമുള്ള സഹോദരന്മാരെ ചരിത്രത്തിൽ യാതൊരു സംശയമില്ലാതെ കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ പണ്ഡിത വേഷധാരികൾ ഇവർ ആലിമീങ്ങളല്ല, പണ്ഡിതന്മാരല്ല, മുത്തഅല്ലിമീങ്ങളല്ല, പഠിതാക്കളുമല്ല, മുത്തആലം എന്ന് പറയുന്ന പണ്ഡിത വേഷധാരികളാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും നികൃഷ്ടന്മാരായിരിക്കും പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ആ വേഷധാരികൾ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇസ്ലാമിനെ മുഴുവനും വികൃതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് നമ്മളൊക്കെ കൂട്ടാളികളായി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് ഈ മുന്നിലിരിക്കുന്ന ആളുകൾ ഇവരെ പോലെയുള്ള ആളുകളെ എതിർക്കണം. ഇവരെ പോലെയുള്ള ആളുകൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള നരകമായിരിക്കുമെന്ന് നമ്മൾ പേടിക്കുക. അള്ളാഹു ഇതുപോലെയുള്ള പണ്ഡിത വേഷധാരികളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.